ഹായ് ഹലോ, എല്ലാവർക്കും ഡ്രീം ഓഫ് മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫ്ലവറിൻ്റെ വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത്. കുറേ നാളുകളായിട്ട് ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്ലവറിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫ്ലവർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചാൽ മതി. ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ കമൻസിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഫ്ലവർ തന്നെ ഒരു വെറൈറ്റി കളറായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീനിക്സ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. 3 കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ഉണ്ട്, പിന്നെ ഓറഞ്ച് കളറുണ്ട്. ഓറഞ്ച് കളറിലെ ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു പീസ് വൈറ്റ് കളർ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്ലോറൽ വയേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് നല്ല ഇച്ചിരി വണ്ണമുള്ള സൈസ് ഫ്ലോറൽ വയറുണ്ട് ഫ്ലവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വളരെ തിന്നായിട്ടുള്ള ഫ്ലോറൽ വയറുണ്ട് ലീഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ സിസറുണ്ട്, പിന്നെ ഗമ്മുണ്ട്, ഫെവിക്കോളിൻ്റെ ഗമ്മാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെം കൊടുക്കാനായിട്ടൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഒരിത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ, നല്ല സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മളിതാ വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 4 × 18 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. അതായത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അറ്റം വരെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, നമ്മളിതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ മടക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അതായത് ഇതുപോലെ ഒന്ന് അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു മടക്ക് വരുന്ന ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതുവരെ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അറ്റം വരെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ മാത്രം ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ മാത്രം നമ്മൾ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ്, ഈ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലോറൽ വയർ, നമ്മുടെ ഫ്ലവർ ചെയ്യാനെടുത്തിരിക്കുന്ന ഫ്ലോറൽ വയർ, അത് ഇതുപോലെ ആ ഗമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതങ്ങ് ചുറ്റി കൊടുക്കാം. റോൾ ചെയ്ത് നമുക്ക് അതുപോലെ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചുറ്റി ഈ അറ്റം വരെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇതുപോലെ ചുറ്റി ഫുള്ള് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ അറ്റം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ,
അതിനുശേഷം നമുക്ക് ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഓറഞ്ച് കളറിലെ ഫീനിക്സ് പേപ്പർ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പാകത്തിന് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു 5.5 ഇൻറ്റു ഒരു 45 ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 30 എടുത്താൽ മതി. 5.5 ഇൻറ്റു ഒരു 30 ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇത് നല്ല ചുറ്റി വരുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു 40-45 ഒക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തത്. നമ്മൾ വൈറ്റ് പേപ്പറിൽ ചെയ്ത പോലെ തന്നെ ഇതും നമ്മൾ രണ്ടായിട്ട് മടക്കുന്നില്ല എന്ന് മാത്രം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഈ അറ്റം വരെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെയാണ്. നമുക്ക് ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ കട്ട് ചെയ്ത് അറ്റം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരറ്റം തുടങ്ങി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് അറ്റം വരെ ഒന്ന് നമ്മുടെ സിസർ കൊണ്ടിട്ട് ചെയ്താൽ മതിയാവും. ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വൈറ്റ് കളറിലെ ആ ഒരു പേപ്പർ ചുറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ചുറ്റിനും ഗം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് കളറിലെ പേപ്പർ ഇതിലേക്ക് ചുറ്റി കൊടുക്കാൻ പോവുകയാണേ. ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ചുറ്റി കൊടുക്കുമ്പോൾ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. പതുക്കെ നമുക്ക് റോൾ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഏകദേശം ഇതൊരു ലെവലിലൊരൊപ്പം കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് പതുക്കെ നമുക്ക് റോൾ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളൊക്കെ ആട്ടോ ചെയ്തെടുക്കാനായിട്ട്, പക്ഷേ ഒരു ഇത്തിരി ക്ഷമയോടുകൂടി ചെയ്യണം എന്നല്ലേ ഉള്ളൂ. കേട്ടോ, നമ്മൾ ചുറ്റി വരുമ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ടിട്ട് നല്ല തിക്കായിട്ടുള്ള ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഗമ്മൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ചുറ്റി കുറച്ച് ഭാഗവും കൂടി നമുക്ക് ചുറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ചുറ്റിയെടുക്കാം. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നമുക്ക് ഇവിടെ ഒന്ന് വിടർത്തിയതായതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിടർന്ന നല്ല സ്മൈലി ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇതെവിടെ ഇരിക്കട്ടെ.
അതിനുശേഷം നമ്മൾ ഗ്രീൻ കളറിലെ ഒരു ഫീനിക്സ് പേപ്പർ ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 5.5 x 6 ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ താഴെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ മാത്രമല്ല, നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കണം. അതിനുശേഷം ഒരു സൈഡ് നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. താഴെ ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് താഴെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ? അതിനുശേഷം നമുക്ക് താഴേക്ക് കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ വരെ നമുക്ക് ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇവിടെ തുടങ്ങി നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൂടി കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഫ്ലവർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ? നമ്മൾ ഇതേ ഫ്ലവർ തന്നെ വേറൊരു കളറിൽ നമ്മൾ ഫിനിക്സ് പേപ്പർ കൊണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ പേരറിയാവുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലീഫ് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് നമ്മളിത് അതുപോലെ 5x5 എന്ന മെഷർമെൻറ്റിൽ നമ്മൾ ഗ്രീൻ കളറിലെ ഫിനിക്സ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്താണ് ഇതുപോലെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് അതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലൈനിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്താ പറയുക, ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഒട്ടിക്കുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ഈ അറ്റത്ത് സെൻറ്ററിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഫ്ലോറൽ വയർ ഉണ്ടല്ലോ, ഫ്ലോറൽ വയർ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പീസ് ചേർത്ത് ഒട്ടിക്കാൻ പോകുന്നത്. അതുപോലെയാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഗം ഒന്ന് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറൽ വയർ ആ ഗം അപ്ലൈ ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പീസ് നമ്മൾ അതിലേക്ക് വെച്ച് ഒട്ടിക്കുവാണ്. ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു വെറൈറ്റി ലീഫിൻ്റെ ഷേപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ടോപ്പിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു സൈഡ് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഈ സൈഡ് ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പോവുകയാണേ.
ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴേക്ക് കുറച്ച് ഭാഗത്ത് നമുക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗമ്മല്ല, നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. കുറച്ച് ഭാഗം മതി, നമ്മൾ അറ്റം വരെ ഫ്ലോറൽ ടേപ്പ് ചുറ്റുന്നില്ല. കാരണം നമുക്ക് നമ്മൾ സ്റ്റെമ്പിലേക്ക് നമ്മുടെ ഫ്ലവർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി പോർഷൻ നമുക്ക് ഫ്ലോറൽ ടേപ്പ് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതാ ഇത്രയും പോർഷൻ വരെ നമ്മൾ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലവറും നമ്മുടെ ലീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവറും ലീഫും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് ലീവ്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒരു ബഞ്ചായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതായത് ഇതാ കുറച്ച് ഫ്ലവേഴ്സ് ഇതാ നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തതിൽ നമ്മുടെ പേപ്പർ ഒരു കളർ തന്നെയാണ്, രണ്ട് സൈഡും ഡബിൾ സൈഡ് ഒരു കളറാണ്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്ത ഫ്ലവറിൽ ഇതാ ഇതുപോലെ ഡബിൾ കളറാട്ടോ വരുന്നത്. ഇവിടെ ഒരു യെല്ലോ കളറും നമ്മൾ ഇതാ ഇതുപോലെ ഓറഞ്ച് കളറും, അങ്ങനെ രണ്ട് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ രണ്ട് ഫ്ലവർ കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു 4 ഫ്ലവേഴ്സ് ചെയ്തപ്പോഴത്തേക്കും ഈ പേപ്പർ കഴിഞ്ഞു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായത് ഈ പേപ്പറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കളറിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് ഒരു ബഞ്ചായിട്ട് സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. കുറച്ച് ലീവ്സും അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4-5 ലീവ്സാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ബഞ്ചായിട്ട് സെറ്റ് ചെയ്തതും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കിലേക്ക് നമുക്ക് ഈ ഫ്ലവർ തന്നെ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോറൽ ടേപ്പ് കൊണ്ടിട്ട് ചുറ്റി കൊടുക്കാം. നമുക്ക് ചുറ്റി എടുക്കുമ്പോഴത്തേക്കും ഓരോ ലീവ്സായിട്ടും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലവർ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലീഫ് കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലവർ ആട്ടോ ഇത്, അതുകൂടെ വെച്ച് കൊടുക്കാം. ഒരു ലീഫ് കൂടെ ഉണ്ട് വയ്ക്കാനായിട്ട്, അതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. താഴെ നമുക്ക് അറ്റം വരെ നമുക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. താഴെ അറ്റം വരെ നമ്മൾ ഫ്ലോറൽ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഒന്ന് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചുകൂടി കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലവർ ഇതാ അതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കാം. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. കണ്ടോ, എങ്ങനെയുണ്ട് ഫ്ലവർ?
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്ലവറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഹാർട്ട് ഇട്ടേക്ക് കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഫ്ലവറിന് ഒരു ഓറഞ്ച് ഹാർട്ട് ഇട്ടേക്ക്. പിന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, സി യു.